ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ MySQL എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അഥവാ MySQLന്റെ വർക്ക് ബെഞ്ച് നമുക്ക് എങ്ങനെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് വർക്ക് ബെഞ്ച് MySQLന്റെ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളെ ബ്രൗസർ എടുക്കുക, എന്നിട്ട് അതിൽ MySQL ഡൗൺലോഡ് നടിക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഫസ്റ്റത്തെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും MySQL സെലക്ട് ചെയ്യുക. ദെൻ അതിന് ശേഷം അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും MySQL കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ MySQL കമ്മ്യൂണിറ്റി ഡൗൺലോഡിൽ നിങ്ങൾക്ക് അടിയിൽ ഇവിടെ കാണാം MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, 32 ബിറ്റ് 64 ബിറ്റ്. ഓക്കെ, എനിക്ക് എൻ്റെ സിസ്റ്റം 64 ബിറ്റ് ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മുകളിലുള്ളത് പുതിയ വേർഷൻ സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, വേർഷൻ സെലക്ട് ചെയ്യുക. പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെലക്ട് ചെയ്യുക. ഏതാണ് 32 ബിറ്റ് 64? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ എന്താക്കണം, സെലക്ട് ചെയ്യണം 64 ബിറ്റിന്. രണ്ടാമത്തെ ഓപ്ഷന് 64 ബിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരല്. അപ്പോൾ നോ താങ്ക്സ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താക്കുക, സെലക്ട് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡിന് എന്താക്കുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിപ്പയറിംഗ് ഫോർ ഡൗൺലോഡ് ഇൻസ്റ്റാളേഷൻ വരും. അതിനുശേഷം MySQL ഇൻസ്റ്റാളർ റൺ ആകുന്നുണ്ട്. ഇക്കോണേഴ്സ്. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഈ വിൻഡോയിൽ നിങ്ങൾ കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സെലക്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പം ഇതിൽ MySQL സെർവറിൻ്റെത് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലത്തെ ഭാഗത്തേക്ക് പോകും. പിന്നെ MySQL ആപ്ലിക്കേഷൻ എന്നുള്ളിടത്ത് MySQL വർക്ക് ബെഞ്ച് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അടിയത്തെ ക്ലിക്ക് ചെയ്യുക. അത് ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താക്കുക, ആരോ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിൻഡോയിലേക്ക് പോകും. പിന്നെ അടിയിലും ഓരോന്നുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് ആവശ്യമില്ല. അതെന്താണോ നിങ്ങൾക്ക് ഓരോന്നിൽ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇത് രണ്ടും മാത്രമേ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഷെല്ലൊന്നും ആവശ്യമില്ല നമുക്ക്. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ഇതേപോലത്തെ വിൻഡോ വരും. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എക്സിക്യൂട്ട് അടിക്കുക. എക്സിക്യൂട്ട് ആകുന്നുണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് അടിക്കുക. പ്രൊഡക്റ്റ് കോൺഫിഗറേഷൻ. നെക്സ്റ്റ്. ഇതിൽ എന്തു ചെയ്യണ്ട, നമ്മളെ പോർട്ട് ഏതാണെന്ന് ഒന്ന് നോക്കി വെച്ചാൽ മതി. 30 ആ പോർട്ട് മാത്രം നോക്കിയാൽ മതി. വേറെ അതിലെന്ത് ടിക്ക് ചെയ്യാനോ ഇതിനൊന്നും പോകണ്ട. ഓക്കെ, പോർട്ടാണ് നമുക്ക് അത്യാവശ്യം വരുന്നത്. ആ പോർട്ട് നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളൂ. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം.
ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഓതന്റിക്കേഷൻ മെത്തേഡ് നെക്സ്റ്റ് കൊടുക്കുക. അക്കൗണ്ട് ആൻഡ് റൂൾസ്, അവിടെ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നിങ്ങളുടെ സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് കൊടുക്കുക. ഈ പാസ്വേഡ് ഓർത്ത് വെക്കണേ, മറന്നു പോയാൽ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, വിൻഡോസ് സോഴ്സ് എന്നുള്ള MySQL അത് അതേപോലെ തന്നെ കൊടുത്താൽ മതി. പിന്നെ ഓക്കെ, ഇത്ര എന്നിട്ട് ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യണ്ട. പിന്നെ അടിയിൽ റൺ വിൻഡോസ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതാണ് ചോദിക്കുന്നത് ഇവിടെ. ബാക്കിയുള്ള അതേപോലെ ഇവിടെ നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഇത്ര സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എക്സിക്യൂട്ട് അടിക്കുക. അപ്പോൾ ഓരോന്നോരോന്ന് എക്സിക്യൂട്ട് ആയിക്കോളും. ഓരോന്നോരോന്ന് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് കിട്ടും. ഫിനിഷിങ് വരും, ഫിനിഷ് അടിക്കുക. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. MySQL വർക്ക് ബെഞ്ച് സെറ്റപ്പ് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ MySQL എന്തായിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ MySQL സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മൾ ഇതാക്കിയാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. MySQL അടിച്ചാൽ സ്റ്റാർട്ടിൽ പോയിട്ട് MySQL സെർച്ച് ചെയ്താൽ ഇങ്ങനെ വിൻഡോ വരും. എന്നിട്ട് ഈ വിൻഡോയിൽ നിന്ന് ലോക്കൽ ഇൻസ്റ്റന്റ് MySQL എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് പാസ്വേഡ് മറക്കരുത് എന്ന് പറഞ്ഞത്. എന്നിട്ട് സെറ്റ് റിമെമ്പർ എന്നുള്ള അത് ടിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ എന്താ കൊടുക്കണ്ട, ഓക്കെ അടിക്കുക. ഓക്കെ, എന്നാൽ അതിന് ശേഷം വരുന്ന വിൻഡോ ആണ് ഇത്. ഇതാണ് നമുക്ക് കോഡ് ചെയ്താനുള്ള വിൻഡോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MySQL ഇൻസ്റ്റാളേഷൻ ഉള്ള. ബാക്കി കാര്യങ്ങൾ നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഓരോരുത്തതൊക്കെ. ഓക്കെ, താങ്ക് യു.